പാകിസ്ഥാനിൽ എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ആര് ഭരിക്കും എന്നതിൽ എന്നും അനിശ്ചിതത്വം തുടരുന്ന ഒന്നാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതേ സംഭവം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തുമില്ലാത്ത വിധം പട്ടാള ഭരണകൂടം ഇടപെടുന്ന തിരഞ്ഞെടുപ്പ് വേറൊരു സ്ഥലത്തും കണ്ടുപോകാനാകില്ല. കയ്യിൽ പിച്ചപാത്രമെടുത്ത് നാടുനീളെ തെണ്ടുമ്പോഴും ഇത്ര ശക്തരാണോ പാകിസ്ഥാൻ പട്ടാളം എന്നും ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരം പാകിസ്ഥാൻ ജനതയിൽ തന്നെ ഉണ്ട്. മുസ്ലിം ജനസംഖ്യയിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് 24 കോടി ജനങ്ങളുള്ള പാകിസ്ഥാൻ. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെങ്കിലും ആ രാജ്യം പകുതിയിലേറെ കാലവും പട്ടാള ഭരണത്തിന് കീഴിലായിരുന്നു. ഇന്നും പട്ടാളം തന്നെയാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നതെന്ന് തെളിയിക്കുന്നതാണ് ഫെബ്രുവരി 8-ന് നിയമസഭകളിലേക്കും പാർലമെൻറ്റുകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പ്. സ്വാതന്ത്ര്യാനന്തരമുള്ള കാലത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും കാലാവധി തികച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത തുടർച്ചയായി 3-ാം തവണയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അരങ്ങേറുന്നത് എന്നാണ്. അത് പാകിസ്ഥാൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു റെക്കോർഡ് തന്നെയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഫെബ്രുവരി 8-ന് നടന്ന തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന് തീരാ കളങ്കമാവുകയാണ്. പട്ടാളത്തിൻ്റെ ഇടപെടൽ മൂലം തിരഞ്ഞെടുപ്പിൽ അഴിമതിയും അട്ടിമറിയും അവിടെ തുടർക്കഥയാണെങ്കിലും ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ നഗ്നമായ അട്ടിമറി മുൻപ് ഒരു തിരഞ്ഞെടുപ്പിലും പാകിസ്ഥാൻ കണ്ടിട്ടില്ല. അതിനാലാണ് പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനും അതോടൊപ്പം യൂറോപ്യൻ യൂണിയനും തിരഞ്ഞെടുപ്പ് പരാതികളെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്ന് പരസ്യമായി പ്രതികരിച്ചത്. പാകിസ്ഥാൻ പട്ടാളം തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് തങ്ങളുടെ ഇഷ്ടക്കാരെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു മാർഗം മാത്രമായാണ്. അതുകൊണ്ടാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ ഇലക്ഷൻ എന്നതിന് പകരം സെലക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുമുണ്ട്. ഒരു കാരണവശാലും ഇമ്രാൻഖാൻ വീണ്ടും അധികാരത്തിൽ വരരുതെന്നായിരുന്നു ആദ്യത്തെ പട്ടാള തീരുമാനം. അതിനായി ഇമ്രാനെതിരെ ചുമത്തപ്പെട്ട 150-ലേറെ കേസുകളിൽ 4 കേസുകളിൽ പ്രത്യേക കോടതിയുടെ സഹായത്തോടെ ഇമ്രാനെ 34 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിൻ്റെ വാദം പോലും കേൾക്കാതെയാണ് ഇമ്രാന് ശിക്ഷ വിധിച്ചതെന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ തന്നെ ഉയർത്തിയിട്ടുണ്ട്. 2023 മെയ് മാസം മുതൽ തന്നെ ഇമ്രാൻ ജയിലിലാണുള്ളത്. ശിക്ഷിക്കപ്പെട്ടപ്പോൾ 10 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഇമ്രാനെ വിലക്കുകയും ചെയ്തു. അയോഗ്യനാക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഇമ്രാൻ തന്നെയാണ്. അതിനാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതയും അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടിക്കായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇമ്രാൻ്റെ പാർട്ടിയെ നിരോധിക്കുകയും അവിടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് നിഷേധിക്കുകയും ചെയ്തത്. PTI സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണം നടത്താനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ടെലിവിഷൻ ചാനലുകളിൽ ഇമ്രാൻഖാൻ്റെ പേര് പോലും പരാമർശിക്കുന്നത് വിലക്കുകയും ചില സ്ഥാനാർത്ഥികളെ അവസാന ദിവസങ്ങളിൽ അയോഗ്യരാക്കുകയും വോട്ടെണ്ണലിൽ വിജയികളായവർ തോറ്റതായി പ്രഖ്യാപിക്കപ്പെടുകയും അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഇമ്രാൻ്റെ പാർട്ടിയെ പരാജയപ്പെടുത്താൻ പട്ടാളം ശ്രമിച്ചു. എന്നിട്ടും പിന്മാറാതെ ഇമ്രാൻ്റെ പാർട്ടിക്കാർ സ്വതന്ത്രമായി മത്സരിച്ച് ആകെ തിരഞ്ഞെടുപ്പ് നടന്ന 266-ൽ 101 നേടിയത് അവരുടെ വിജയത്തിൻ്റെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. പട്ടാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ് PTIയുടെ വൻപിച്ച വിജയം. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചാൽ പോലും പാകിസ്ഥാൻ്റെ നിയമം അനുസരിച്ച് ഏറ്റവും വലിയ പാർട്ടിയെ മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കൂ. എന്നുമാത്രമല്ല നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള 70 സീറ്റുകളുടെ വിഹിതവും പാർട്ടികൾക്ക് മാത്രമേ ലഭിക്കൂ. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ഇമ്രാൻ്റെ പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കിയത്. ഇനി ആരെയാണ് പാകിസ്ഥാൻ സൈന്യം പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ ശ്രമിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. അത് മുൻപ് 3 തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള 3 തവണയും പട്ടാളത്തിൻ്റെ ഇടപെടലിലൂടെ അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ള നവാസ് ഷെരീഫിനെ തന്നെയായിരിക്കാം. രസകരമായ വസ്തുത ഇതുതന്നെയാണ്. 2017-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ പുറത്താക്കി 2018-ൽ ഇമ്രാൻ അധികാരത്തിലെത്തിയ സേന തന്നെയാണ് ഇപ്പോൾ നവാസിന് വീണ്ടും പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ഇമ്രാന് സംഭവിച്ചതുപോലെ നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യപ്പെട്ട് രാജ്യം വിടേണ്ടി വന്നയാളാണ് നവാസ് ഷെരീഫ്. അടുത്തു നിൽക്കുന്നവർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഭരണകൂടം അവരെ തഴുകിത്തലോടി പദവികൾ നൽകി ആദരിക്കുന്ന സ്ഥിതിയാണ് പാകിസ്ഥാനിലുള്ളത്. എന്നാൽ എതിർത്താൽ ഭരണകൂടം അതിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ ആയുധങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ പിന്തുണയോടെ പ്രയോഗിക്കുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ നഗ്നമായ പ്രയോഗം തന്നെയാണ്. അതുകൊണ്ടാണ് 2018-ലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ കിടന്നയാൾ ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്കും 2018-ൽ അധികാരത്തിലേറിയ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്നത്. ഇമ്രാൻ്റെ പാർട്ടിയിലെ രണ്ടാമനും മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്ന ഷാ മുഹമ്മദ് ഖുറേഷിയും നിരവധി മുതിർന്ന നേതാക്കളും ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. നിരവധി പ്രതിസന്ധികളുടെ നടുവിലാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു വശത്തെങ്കിൽ പാകിസ്ഥാനിലുള്ള ഭീകരാക്രമണങ്ങളാണ് മറുവശത്ത്. അഫ്ഗാനിസ്ഥാനും ഇറാനുമായി രൂപപ്പെടുന്ന സംഘർഷങ്ങൾ ഈ പ്രതിസന്ധികളുടെ ആഴം കൂട്ടുന്നവയാണ്. ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്നും പാകിസ്ഥാനെ കരകയറ്റുകയെന്ന ദൗത്യമാണ് പുതിയ ഭരണകൂടത്തെ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നീക്കങ്ങൾ ഫലം കണ്ടാൽ നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മറ്റു ചില ചെറിയ കക്ഷികളും ചേരുന്ന മുന്നണിയായിരിക്കും അധികാരത്തിൽ വരിക. ഇമ്രാൻ്റെ പാർട്ടിക്കാർ പ്രതിപക്ഷത്തിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
നവാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മറ്റു ചില ചെറു കക്ഷികളും ഇതിനായുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനായ നവാസ് ഷെരീഫിന് ഉറപ്പുള്ള ഒരു കാര്യം പാകിസ്ഥാനിൽ എല്ലാം തീരുമാനിക്കുന്നത് പട്ടാളമാണെന്നുള്ളതാണ്. ആദ്യ തവണ 1990കളിലെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നെങ്കിലും സഖ്യകക്ഷികളിൽ പങ്കാളിയായിരുന്ന പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പാകിസ്ഥാൻ്റെ പ്രസിഡന്റായി അധികാരമേറ്റ ഗുലാം ഇസ്ഹാൽ ഖാനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് സൈന്യത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമായി 1993 പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെക്കേണ്ടിയാണ് വന്നത്. രണ്ടാം തവണ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1999 പർവേസ് മുഷറഫിൻ്റെ നേതൃത്വത്തിലുള്ള അട്ടിമറിയിലൂടെയാണ് നവാസ് ഷെരീഫ് പുറത്തായതെങ്കിൽ 2017 മൂന്നാം തവണ അധികാരം നഷ്ടപ്പെട്ടതും സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഫലമായിരുന്നു. അത് ഇനിയും ആവർത്തിക്കാൻ സ്വന്തം കാര്യത്തിൽ മാത്രം താൽപ്പര്യമുള്ള പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരു മടിയും ഉണ്ടാകില്ല. 2018 അധികാരത്തിൽ വരുമ്പോൾ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് അറുതി വരുത്തി ഇമ്രാൻ മാറ്റത്തിൻ്റെ പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുമെന്നാണ് പ്രചരിക്കപ്പെട്ടത്. എന്നാൽ പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും ഭീകരവാദ ആക്രമണങ്ങളിലേക്കും പോകുന്നതാണ് കണ്ടത്. എന്നുമാത്രമല്ല, താലിബാനെ പിന്തുണച്ചും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയും ജയിലിലടച്ചും ജനാധിപത്യ വിരുദ്ധ പ്രകടമാക്കിയ നേതാവ് തന്നെയാണ് ഇമ്രാനും. പക്ഷേ പാകിസ്ഥാനിലെ സർവശക്തനായ സൈന്യത്തിനെതിരായി മുന്നോട്ട് വരാൻ ഇമ്രാൻ കാണിച്ച ധീരതയെ പാകിസ്ഥാനിലെ സമ്മതിദായകരിൽ പകുതിയോളം വരുന്ന യുവാക്കൾ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻ്റെ പാർട്ടിക്കുണ്ടായ വിജയത്തിന് കാരണം. ആ യുവശക്തിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പാകിസ്ഥാൻ സൈന്യത്തിനും വരാൻ പോകുന്ന മന്ത്രിസഭയ്ക്കും കഴിയുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. GDPയുടെ 2.8% നിന്ന് 2.2%-ആയി 2022-23 വർഷത്തെ പ്രതിരോധ ബജറ്റിൽ കാര്യമായ കുറവ് പാകിസ്ഥാൻ വരുത്തിയിരുന്നെങ്കിലും പട്ടാളം ഇതിന് സമ്മതിച്ചില്ല. രൂപ ഇടിഞ്ഞതും പണപ്പെരുപ്പവുമാണ് ബജറ്റ് വെട്ടിക്കുറയ്ക്കാനുള്ള കാരണമായി സൈനിക വക്താവ് ബാബർ ഇഫ്തിർ പറഞ്ഞത്. ഇന്ത്യൻ അതിർത്തിയിൽ സൈനിക വിന്യാസം ഒരുക്കുന്നതിന് പുറമെ പാകിസ്ഥാനുള്ളിൽ തന്നെ ഭീകരവാദ സംഘടനകളുമായി സൈന്യം നിരന്തരം സംഘർഷത്തിലാണ്. 2002 മുതൽ തെഹ്രീക താലിബാൻ പാകിസ്ഥാൻ സൈന്യം ഏറ്റുമുട്ടലിലായിരുന്നു. ആഭ്യന്തര സംഘർഷങ്ങളും സാമ്പത്തിക ഞെരുക്കവും അനുഭവിക്കുന്നതിനിടെ അതിർത്തിയിൽ ഒരു സംഘർഷമുണ്ടാകുന്നത് വലിയ ബാധ്യതകളിലേക്കാണ് പാകിസ്ഥാനെ എത്തിക്കുന്നത്. ഇന്ത്യയുമായി സമാധാന ശ്രമങ്ങൾ വേണമെന്ന പരസ്യപ്രസ്താവന മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയിരുന്നു. 2015 ഇന്ത്യയുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് 4 പദ്ധതി അന്നത്തെ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് ഷഹബാസിന് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻ ഖാനും തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമായി ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ RSS പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞതും ഒരു തടസ്സമായി അന്ന് ഇമ്രാൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഷഹബാസ് ഷെരീഫ് സമാധാന ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്തിനും വളരെയേറെ പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ G20 ഉച്ചകോടി നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമെന്ന നിലയിൽ പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നത്. G20 ഉച്ചകോടിയിലൂടെ ലോകരാജ്യങ്ങളുടെ നേതൃനിരയിലേക്ക് ഇന്ത്യ എത്തുന്നുവെന്ന തോന്നൽ ഷഹബാസിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടെന്ന വായന വിദഗ്ധർ നൽകുന്നുണ്ട്. അതേസമയം ഷഹബാസിൻ്റെ സന്ദേശം മോദിക്കല്ല, ലോകരാജ്യങ്ങൾക്കാണ് എന്നും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ പാകിസ്ഥാനോടുള്ള സമീപനം തിരഞ്ഞെടുപ്പ് വിഷയമാവുന്ന ഇന്ത്യയിൽ പൊതുതിരഞ്ഞെടുപ്പ് വരാനിരിക്കെ സമാധാന ശ്രമങ്ങൾക്ക് തങ്ങൾ മുൻകൈ എടുക്കാത്തതല്ലെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യക്ക് അതിനൊപ്പം നിൽക്കാൻ കഴിയാത്തതാണെന്നുള്ള പ്രതീതി നിർമ്മിക്കാനും പാകിസ്ഥാന് ഈയൊരു പ്രസ്താവനയിലൂടെ സാധിച്ചിട്ടുണ്ട്.